കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു രാവിലെ എണീറ്റ് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് കുട്ടിക്കാനം വരെയും പോയി അവിടെ നിന്ന് ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കണമെന്ന്. ശരിക്കും കുട്ടിക്കാനത്തല്ല ഞങ്ങൾ പോയത്. ഞങ്ങളിപ്പോൾ പോകുന്നത് ഇലവീഴ പൂഞ്ചിറയിലേക്കാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ ട്രാവലുണ്ട് ഇലവീഴ പൂഞ്ചിറയിലേക്ക്. കോട്ടയം ജില്ലയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇലവീഴ പൂഞ്ചിറ. ശരിക്കും പറഞ്ഞാൽ കോട്ടയവും ഇടുക്കി ജില്ലയും തമ്മിലുള്ളൊരു ബോർഡറുണ്ട്. ആ ബോർഡറിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഞാൻ കാപ്പി കുടിച്ചില്ലെങ്കിലും വിഷ്ണു ചേട്ടനും രജേന്ദ്രൻ ചേട്ടനും നല്ല അടിപൊളി കട്ടൻ കുടിച്ചു. ശരിക്കും ഇതൊക്കെ ഒരു ഫീലിംഗ് ആണല്ലേ. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3200 അടി ഉയരത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു അട്രാക്ഷനാണ് ഈ കാണുന്ന പോലീസ് വയർലെസ് സ്റ്റേഷൻ. ഇലവീഴ പൂഞ്ചിറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവി ഉണ്ടല്ലോ മലയാളത്തിൽ. ആ മൂവിയിൽ കാണിക്കുന്ന സെയിം സ്ഥലമാണ്. ശരിക്കും മൂവിക്ക് ശേഷം ഇതിനകത്ത് അത്രയ്ക്കും മെയിൻ്റനൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. അവർ അന്ന് ഇട്ടിട്ട് പോയ കുറേ സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. അതാണ് വൺ ഓഫ് ദി മെയിൻ അട്രാക്ഷൻ. പക്ഷേ അതിലൊക്കെ അപ്പുറം ഏറ്റവും വലിയ അട്രാക്ഷൻ എനിക്ക് തോന്നിയത് അവിടുത്തെ ക്ലൈമറ്റാണ്. നമ്മൾ പുലർച്ചെയാണ് ചെല്ലുന്നത്, അതായത് സൂര്യപ്രകാശം വരുന്ന സമയത്താണ് ചെല്ലുന്നതെങ്കിലും ആ ഒരു സമയത്ത് അറ്റ് ദ സെയിം ടൈം നല്ല മഞ്ഞുണ്ടെങ്കിലും നല്ല ഭംഗിയുള്ള നന്നായി നമുക്ക് പ്രകൃതിയെ ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണത്. ആ ഒരു സമയത്ത് ഒരു ലൈറ്റും അതുപോലെ അവിടുത്തെ ഒരു വിൻഡും ആ ഒരു ആംബിയൻസും ഒക്കെ നല്ല രസമാണ്. വേറൊരു കാര്യമുണ്ട്, മഴ പെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇടിമിന്നലുള്ള സമയമാണെങ്കിൽ ആരെയും അതിലേക്ക് വിടുന്നതല്ല. കാരണം ഉയർന്ന പ്രദേശമായതുകൊണ്ട് ഇടിമിന്നൽ ഏറ്റവും കൂടുതൽ ഏൽക്കാൻ സാധ്യതയുള്ളൊരു പ്രദേശമാണ് ഇലവീഴ പൂഞ്ചിറ. മഹാഭാരതമായി വളരെയധികം ബന്ധമുണ്ട് ഇലവീഴ പൂഞ്ചിറയ്ക്ക്. ഭീമസേനൻ പാഞ്ചാലിക്കായി നിർമ്മിച്ച ഒരു ചിറ അല്ലെങ്കിൽ കുളം ഇന്നും ക്ഷേത്രത്തിന് സമീപം കാണാമെന്നാണ് പറയുന്നത്. ഈ ഒരു കുളത്തിന് ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മരങ്ങൾ ചുറ്റിനുമുണ്ടെങ്കിൽ പോലും ആ കുളത്തിൽ ഇലയൊന്നും വീഴില്ല. അതുകൊണ്ടാണ് ഇലവീഴ പൂഞ്ചിറ എന്ന് പേര് വന്നതെന്നും പറയപ്പെടുന്നു. ഇലവീഴ പൂഞ്ചിറ പോകുന്ന ആൾക്കാർക്ക് ഏറ്റവും അടുത്ത ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇല്ലിക്കക്കല്ലാണ്. ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഒരു 1/2 മണിക്കൂർ അകത്ത് നമുക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇല്ലിക്കക്കല്ലിൽ കൂടി എത്താം. മഴയില്ലാത്ത സമയത്ത് പുലർച്ചെ പോയി കാണാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഇലവീഴ പൂഞ്ചിറ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.